ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോവാണ് പോപ്പി പ്ലേ ടൈം ചാപ്റ്റർ 3 ഡീപ്പ് സ്ലീപ്പാണ് ഇതിൻ്റെ പേര്. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഇവിടെ വീഡിയോ വരുന്നുണ്ട്, അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ നിങ്ങൾക്കൊരു മൂടാവാൻ ഞാൻ പാട്ട് വയ്ക്കുകയാണ്. ചിലവർക്കൊക്കെ എന്തുവാ മൂടാവത്തില്ല, എൻ്റെ ശബ്ദം കേട്ടിട്ട് ചിലവർക്കൊക്കെ മൂടാവും പാട്ട് വയ്ക്കുമ്പോൾ. അപ്പം ഞാൻ പാട്ട് വയ്ക്കാൻ പോവാണ്. ലെറ്റ്സ് ഗോ. പിന്നെ ഗൈസ്, നമ്മളൊരു ഒരു ജീവി ഇവിടെ താഴോട്ടിട്ട് ആ ജീവിൻ്റെ പേരറിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സ് കമൻ്റ് ഇടണം. പിന്നെ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ട പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും അമർത്തണം ഇഷ്ടപ്പെട്ട. പിന്നെ നമുക്ക് ഈ കമ്പീൻ്റെ ഇടയിൽ കൂടെ കയറണം, ഇടയ്ക്കൂടെ നമ്മളിങ്ങനെ താരോട്ട് വീഴണം. ഈ സ്ഥലം ജാം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് താരോട്ട് വീഴണം. പിന്നെ നിങ്ങൾക്ക് ഇച്ചിരി ബ്രൈറ്റ്നെസ് ഗെയിമിൽ കൂടുതലാണ്, ഞാൻ കുറയ്ക്കാം. 54 55 മതി. 55. ഇനി ഇവിടെ കൂടെ എങ്ങനെയെങ്കിലും പോകണം. അവിടെ ഒരു പച്ച കളറും. ഇത് മറ്റേത് ചൂലുള്ള സാധനം, മറ്റേ തൂങ്ങുന്നേ വലിച്ചേ. പിന്നെ ഗൈസ്, ഇവിടെ തൂങ്ങിയിട്ട് നമുക്ക് മുകളിലോട്ട് ചെല്ലണം. ഇതിനകത്ത് ആദ്യം കണ്ട മോൺസ്റ്ററാണ് നമ്മൾ ആ കുരിയിലോട്ട് ഇട്ടെ. ആ മോൺസ്റ്ററിൻ്റെ പേരെനിക്ക് കിട്ടി. അതിൻ്റെ പേരാണ് കാറ്റ്നാപ്പ്. അതിൻ്റെ പേര് കാറ്റ്നാപ്പ് എന്നാണ്. നമ്മൾ മുകളിലോട്ടെത്തി. ഇനി നമുക്ക് ഇങ്ങോട്ട് വരണം. പിന്നെ നിങ്ങൾക്ക് വീണ്ടും കുറച്ച് മൂടാവാൻ വേണ്ടി പാട്ടിടുവാണ്.
ഗൈസ് പിന്നെ ഇവിടെ ഇങ്ങോട്ട് ചാടി ചാടി നമ്മൾ പോകണം. ഈ മഞ്ഞ് ഈ തിരിച്ച് വെച്ചേക്കുന്നതൊക്കെ മേലോട്ട് പോകും, എന്താ നേരെ വെച്ചേക്കുന്ന എല്ലാം താഴോട്ടും പോവും. ഇത് നമ്മൾ എളുപ്പം ചാടിയില്ലേ നമ്മളെന്തോ അത് മുകളിൽ കൊണ്ടുപോയി കൊല്ലും. കാറ്റ്നാപ്പ് മുകളിലുണ്ട്. കാറ്റ്നാപ്പിനെ ഞാൻ കണ്ടായിരുന്നു ഇടയ്ക്ക്. ദാണ്ടിനി ഇതിലോട്ട് കയറണം. ഇത് നമുക്ക് വീട് താഴോട്ട് പോയിട്ട് വീട് മേലോട്ട് കയറണം. പിന്നെ ചെറുതായിട്ടൊക്കെ എൻ്റെ ടി വി ഓണാണ്. എൻ്റെ അനിയൻ ടി വി വെച്ചേക്കുവാണ്. അതുകൊണ്ടാണ് ഒരു ശബ്ദം. അത് ടി വി കാണുവാണ് എൻ്റെ അനിയൻ, അതുകൊണ്ടാണ്. നിങ്ങളെന്തുവാ ഞാൻ വീഡിയോയിലൊന്നും അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ്. ഇതെന്തുവാ ഇനി അപ്പുറത്തോട്ട് എത്തണേ നമുക്കെന്തുവാ ഇത് മുകളിലോട്ടാണ്. എൻ്റെ ദൈവം, ഇതിന് എപ്പോൾ കഴിയും? 10 വർഷം കഴിഞ്ഞാൽ പോലും ഇതെത്തത്തില്ലല്ലോ. നമുക്ക് എന്തുവാ അപ്പുറത്തോട്ടാണ് പോണ്ടേ, അതുകൊണ്ട് ആ അരമാർക്ക് കാണിക്കുന്നത്. നിങ്ങൾക്കെന്തുവാ ഇങ്ങനെ കാണുന്നതാണെങ്കിൽ ഇഷ്ടം, അത് മറ്റേ രീതിയിൽ കാണുന്നതാണോ ഇഷ്ടമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നിങ്ങൾക്ക് എന്തുവാ ഇഷ്ടപ്പെടാൻ വേണ്ടിയാണ് ഞാൻ എന്തുവാ ഇങ്ങനെ സിനിമേൻ്റെ കൂട്ട് വച്ചേക്കുന്നത്. ചാടി ഇനി എന്തുവാ ഇപ്പുറത്തോട്ട് ചാടണം. ദാണ്ടി ഈ വരി ചാടണേ. ഇത് ഇപ്പുറത്തോട്ട് ചാടണമെങ്കിൽ ഇത് ഇച്ചിരി പൊക്കണം. ഇത് പൊങ്ങണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഇപ്പം എത്ര ബാറ്ററി ശതമാനമാണ്? അതെന്തുവാ കമൻറ്റിൽ അയച്ചു തരണം, എൻ്റെ കമൻറ്റ് ബോക്സിൽ. നിങ്ങളെന്തുവാ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഇടത്തില്ല? കാര്യം എന്താണെന്നൊക്കെ എനിക്കറിയാം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്തതുകൊണ്ടാണ്. എനിക്കറിയാം, അതുകൊണ്ടാണ് നിങ്ങൾ ഈ കമൻറ്റ് ഇടാത്തത്. വെറുതെ എന്തുവാ കണ്ടിട്ടങ്ങ് പോവുക. അത് വേറെ കാര്യം. പിന്നെന്താ ഇവിടെ എന്തോ പരിപാടി? ഇവിടെ എന്തോ ഒരു പരിപാടി ഉണ്ട്. ഇതെന്താണ് സ്ഥലം? ഓ ദാണ്ട് ഇവിടെ എന്തോ ഒരു ചുമന്ന ഡോർ തുറക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഈ നടുക്കൊരു സർക്കിൾ കാണുന്നുണ്ട്. ആ സർക്കിൾ പച്ച കളറായ അവിടോട്ട് പോകാൻ പറ്റുമെന്ന് അർത്ഥമുണ്ട്. അത് എനിക്കിതൊക്കെ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ എന്തുവാ ഈ ഗെയിം ഞാൻ ഒരു പ്രാവശ്യം കളിച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് ഞാൻ ഇങ്ങനത്തെ ഗെയിമൊക്കെ കൂടുതലും മൊബൈലിലാണ് കളിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ലാപ്ടോപ്പ് ഞാൻ മേടിക്കാതിരിക്കുന്നുണ്ട്. നിങ്ങളോട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞായിരുന്നു, പോപ്പി പ്ലേ ടൈം 2ൻ്റെ വീഡിയോയിൽ. എന്താണെന്ന് വെച്ചാൽ ലാപ്ടോപ്പ് ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ, അത് വരാൻ കുറേ താമസം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും മൊബൈലിൽ കളിക്കുന്നത്. അത് വേറെ കാര്യം. ഇവിടെയും മറ്റേ അതേ പരിപാടിയാണ്. പക്ഷേ ഈ അടിയിലോട്ട് ചെന്നാൽ നമ്മൾ ചാവും. എന്താണെന്ന് വെച്ചാൽ ഇത് റെഡ് സ്മോക്കാണ്. എന്തുവാ ഈ സേവിങ് ആയിട്ടുണ്ട്. ഈ സേവിങ് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ചത്താൽ പിന്നെ നമുക്ക് ഇവിടെ തന്നെ എത്തും. എന്തുവാ ഇനി ഗൈസ് ഇത് പൊങ്ങിയിട്ട് നമുക്ക് അപ്പുറത്തോട്ട് ചാടണം. ഇത് സ്പീഡിൽ ചാടിയില്ലേ എന്തുവാ റെഡ് സ്മോക്കിൽ നമ്മൾ ശ്വസിക്കാൻ മറ്റേതില്ല, ഗ്യാസ് മാസ്ക് ഇല്ല. ഗ്യാസ് മാസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ശ്വസിക്കാൻ പറ്റും. അടിയിൽ പോയാലും കുഴപ്പമില്ല. ഇപ്പം നമുക്ക് ഗ്യാസ് മാസ്ക് ഇല്ല. ഇൻവെൻട്രി കാണണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റിങ്സ് എടുക്കണം. സെറ്റിങ്സ് എടുത്തിട്ട് ഇൻവെൻട്രിയിൽ നിന്ന് കാണിക്കും. അതിനകത്ത് ഈ ബ്ലൂ ഹാൻഡ് ഗ്രീൻ ഹാൻഡും കാണുന്നുണ്ട്. മാത്രമേ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേറെ ഹാൻഡും ഇല്ല, വേറെ ഗ്യാസ് മാസ്കും ഇല്ല. ഇനി ഇത് പൊങ്ങിയിട്ടുണ്ട്, നമുക്ക് നേരെ ചാടാം. ചാടിയിട്ടുണ്ട്, ഇനി വീണ്ടും ചാടണം. അങ്ങോട്ട് ചാടണം. ഇനി അത് മുകളിലോട്ട് പോകുന്നതാണ് ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ചാടണം, അതോ അവിടെ നിന്ന് ചാടണം? ഇവിടെ നിന്ന് ചാടാം. ഇവിടെ നിന്ന് ചാടിയിട്ടുണ്ട്. ഇനി ഇനി എങ്ങോട്ടാ പോണ്ടേ? അങ്ങോട്ടോ? ഇതാണ്ട് കാറ്റ്നാപ്പ് പോകുന്നു ഗൈസ്.
ക്യാറ്റാപ്പ് പോന്ന്. ക്യാറ്റാപ്പാ പോയത്. എന്തുവാ ഇതുകൊണ്ട് അത് വലിക്കണം. ആ സാധനം വലിച്ചാൽ നമ്മളെ അപ്പുറത്തോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ ഗൈസ് ഇത് വലിക്കാൻ പറ്റുന്നില്ലല്ലോ. കൈക്ക് എത്ര നീളേ ഉള്ളല്ലോ. വലിക്ക് വന്നു ചാട്. കൈവിട്. ഇനി എന്തുവാ അങ്ങോട്ട് പോകണം. എന്തുവാ ഇനി ഇപ്പൊ എന്താ വിളാത്തെ? വിട്ടു. ഇനി എന്തുവാ വെന്റിലോട്ട് നമ്മൾ കയറണം. എന്തുവാ ചാടണം ഗൈസ്. വെന്റി കൂടെ കയറിയിട്ട് ഇതാണ്ട് ഇവിടെ എന്തോ ഒരു കുരിയുണ്ട്. നമുക്ക് അതുവരെ ചാടാം. പിന്നെന്താ ചാടിയിട്ട് എന്തുവാ വേറെ വെന്റ് വല്ലതും ഒന്നും കാണുന്നില്ലല്ലോ. പോവാൻ ഞാൻ പെട്ടായി വെന്റിനകത്ത്. അന്നും ഇതുപോലായിരുന്നു. അഗ്ഗി വന്ന് ഏതോ ഒരു വെന്റി കൂടെ കയറിയിട്ട് പിന്നെ മൊത്തം പെട്ടുമായിരുന്നു. അതുകൊണ്ട് അവിടെ എന്തോ ഒരു വെന്റുണ്ട്. ഒന്ന് പോവണം. എന്തുവാ ഇനി പിന്നെ ഗൈസ് അവിടെ ഒരു വെന്റുണ്ട്. നമുക്കത് തുറക്കാൻ പറ്റുമോ നോക്കാം. അല്ല നമുക്ക് വേറെ വെന്റ് വല്ല കാണുന്നത് തുറക്കാം. ഇനി എന്തുവാ അതാണ്ട് ഇതൊരു നോക്കാം. ഇതൊരു തുറക്കായിരിക്കും. ഗൈസ് നിങ്ങൾക്കൊരു കാര്യം ഓർമ്മയുണ്ടോ? ഈ വരിയായിരുന്നു മറ്റേ. പിന്നെ കണ്ട് ഇവിടെ 2 ബാറ്ററി വെച്ചാലേ നമുക്ക് എന്തുവാ കൈൻ്റെ സ്കാനിങ് വർക്കാകത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് എന്തൊക്കെ ജീവികളൊക്കെ ഉണ്ട്. മിസ്റ്റർ ഡിലൈറ്റ്, എന്തുവാ ക്യാറ്റ്നാപ്പ്, കുറേ മോൺസ്റ്റേഴ്സ് ഉണ്ട്. നമ്മുടെ 1ലും 2ലും എന്തുവാ 1ലാണെങ്കിൽ ഒരു മോൺസ്റ്ററേ ഉള്ളൂ. 2ലാണെങ്കിൽ 3 മോൺസ്റ്റർ. ഇനി ഇതിലെതിരാണോ ഉണ്ട് ദൈവത്തിനറിയാം. ഇവിടെ എന്തുവാ വരിയുണ്ട്. ഇനി ഇതാണ്ട് ഇവിടെ എന്തുവാ ഇവിടെ ബാറ്ററി ഇരിപ്പുണ്ട്. ഇത് ഗൈസ് നമുക്ക് ഈ ബാറ്ററി എടുത്തിട്ട് എവിടോട്ട് വെച്ചിട്ട് എന്തുവാ ഇനി സ്കാനിങ് ചെയ്യാം. ഇതാണ്ട് സ്കാനിങ്ങിൻ്റെ ഹാൻഡ് നമുക്ക് ബ്ലൂ ഹാൻഡ് കൊടുക്കാം. ബ്ലൂ ഹാൻഡ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കാണുമ്പോൾ കരയുമായി സ്കാനിങ്. ഇടയ്ക്കിടയ്ക്ക് ശബ്ദം പോവും, ഇടയ്ക്കിടയ്ക്ക് ശബ്ദം വരും. അതങ്ങനെ ബബഫെ. അതാണ് ഈ ജീവിയുടെ പേരെന്താണെന്നറിയാവോ? അതിൻ്റെ പേരാണ് ബബഫെ. ഞാൻ എന്തായാലും അതൊന്നും വയ്ക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിയുടെ പേരൊക്കെ എനിക്കറിയാവുന്നതാണ്. എനിക്കെല്ലാം അറിയാം. ഗെയിമിലെ മൊത്തം കാര്യങ്ങളും എനിക്കറിയാം. ആരായി വിളിക്കുന്നത്? ഇവിടെ കൈൻ്റെ പരിപാടിയുണ്ട്. ഇതെവിടാ? ഓടിച്ചെന്ന് വയ്ക്കാം. ആരായാലും വിളിക്കട്ടെ. ചിലപ്പോൾ പോപ്പി ആയിരിക്കും, അല്ലേ ഒലി ആവാൻ ചാൻസില്ല ഗൈസ്. ചിലപ്പോൾ നമ്മളെ പോപ്പി ആയിരിക്കും വിളിക്കുന്നത്. പോപ്പിയാണ് സാധാരണ നമ്മളെപ്പോഴും വിളിക്കുന്നത്. എന്തായാലും കോളെടുത്ത് നോക്കാം. അതാണ്ടിരിക്കുന്ന സാധനം. ഹലോ പോപ്പി. പോപ്പി അല്ലേ? ആരാ? ഇനി എന്താ മറ്റേ അന്ന് നമ്മുടെ മോമിലോംഗ്ലക്സിനെ കൊണ്ട് ആ ജീവിയാണോ? ചിലപ്പോൾ അതാവാൻ ചാൻസ് ഉണ്ട്. ആ ജീവി ഭയങ്കര ഡേഞ്ചറാ. അതിൻ്റെ പേര് തന്നെ പ്രോട്ടോടൈപ്പ് എന്നാണ്. അതൊരെന്തുവാ റോബോട്ടിക് ജീവിയാ. അതെന്തുവാ നമുക്ക് എന്തോ ഒരു ബാറ്ററി എടുത്തരാന്ന് പറഞ്ഞു. ഏതോ ഒരു നല്ല പ്രോട്ടോടൈപ്പാ. ബാറ്ററി അതുകൊണ്ട് വരുന്നുണ്ട്. ഇത്രയും കുഞ്ഞു ബാറ്ററി എന്തിനുമുള്ള? എൻ്റെ ദൈവമേ, ഇത്രയും വലിയ ബാറ്ററി ആയിരുന്നു. ഞാൻ വിചാരിച്ചെന്തുവാ പൈപ്പിനകത്തിൽ കൂടെ വന്ന എനിക്ക് തോന്നി കുഞ്ഞു ബാറ്ററി ആയിട്ട് നമ്മളെ RC കാറിലൊക്കെ ഇടുന്ന പോലത്തെ. ചാപ്റ്റർ 2 മറ്റേ ട്രെയിൻ. ഇവിടെ ആയിരുന്നു ട്രെയിന് മറിഞ്ഞത്. അതൊക്കെ
എന്നാലും രക്ഷപ്പെടാൻ നോക്കിയത് ഇപ്പം നേരെ ചെന്നത് പോപ്പി പ്ലേ ടൈമിൻ്റെ ഏതോ ഒരു ലോകത്തോട്ട്. എന്തായാലും ചാടും. ഇനി എന്തുവാ ഇതുവരെ കൂടെ പോണം. ഇതെന്തുവാ, ഇതൊക്കെ എന്താണ് സംഭവം? ഈ വരി കൂടെ ചെന്ന് നമ്മളെത്തും. എവിടെ എത്തും? ആ ബെസ്റ്റ്. അവിടെ കൂടെ ചെന്ന് നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ പാർക്കെല്ലാം ഉണ്ട്. ഈ പോപ്പി പ്ലേ ടൈം ഉണ്ടാക്കിയതേ ലുക്വിക് എന്ന് പറഞ്ഞ ഒരാൾ. അയാൾ ആരായിരിക്കും? 2023 ഇറങ്ങിയതാ. 2 അല്ല 3. 2007 8 എന്തോ 2 ഇറങ്ങിയത്. പിന്നെന്തുവാ, ദണ്ട് ഇവിടെ എന്തോ തൂങ്ങാൻ സാധനം കാണും. തൂങ്ങാൻ എപ്പോൾ തൂങ്ങാൻ പറ്റും? ഏതെന്താ തൂങ്ങാത്ത എന്താ ഇത്? എന്ത് തേങ്ങ? ഇനി ചാടി പോകണം. ചിലപ്പോൾ ചാടിയും പോകണം. പിന്നെന്തുവാ, പിന്നെ നിങ്ങൾക്ക് വീട് പോറടിക്കുന്ന കുറച്ച് നേരം പാട്ട് വയ്ക്കും. ഇടയ്ക്കൊരു സ്ഥലത്ത് പവർ കൊടുത്ത് എന്നാലേ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പോകണമെങ്കിൽ എന്തുവാ, അത് തുറക്കണം. ഇതാണ്ട് ഇപ്പം അത് തുറന്നിട്ടുണ്ട്. നേരത്തെ നിങ്ങൾ പാട്ട് വെച്ച സമയത്ത് അത് തുറക്കത്തില്ലായിരുന്നു. ഇപ്പം അത് തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്തുവാ, മുകളിലോട്ട് പോയിട്ട് ഇനി എന്തായിരിക്കും പരിപാടി? നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്ക്. ഇപ്പം തന്നെ 20 മിനിറ്റ് ആയി. പിന്നെന്തുവാ, എക്സ്പ്രസ് എന്തുവാ? ഇതാണ്ട് ആ ജീവിന്റെ പേരാണ് കിക്കൺ. ഒടുക്കത്തെ ഒരു പേരും. നിന്നെ ഞാൻ കിക്കൺ ആക്കും. അത് വേറെ കാര്യം. ഇവിടെ എന്താ ലിവറുണ്ട്. വലിക്കൂ സിസർ. അതങ്ങനെ എനിക്ക് വലിക്കില്ല, ഒരു സമാധാനമില്ല. തുറക്ക്. ഇതെന്തോടെ? നമ്മുടെ ഹഗ്ഗി വഗ്ഗിയാണല്ലോ. ഹഗ്ഗി വഗ്ഗീനെ എടുക്കണ്ട. അങ്ങനെ ആയിരുന്നു പ്രൊജക്റ്റ് പ്ലേ ടൈമിൽ. എന്തുവാ മറ്റേ എന്തുവായിരുന്നു, മറന്നുവല്ലോ. ഹഗ്ഗി വഗ്ഗി വന്നത്. തുറക്കുന്നുണ്ടല്ലോ. വേഗം വാ, വേഗം തുറക്ക്. ടിൻ 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 ടിൻ. തുറന്നല്ലോ. ടിൻ 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 ടിൻ.
വണ്ടിക്കാർ ഗൈസ്, നാളത്തെ വീഡിയോ പോപ്പി പ്ലാറ്റ ചാപ്റ്റർ 2 സെക്കൻഡ് പാർട്ടാണ്. എല്ലാവരും കാണണം. എന്തുവാ കാണണം നിങ്ങൾ. പിന്നെന്തുവാ ലോഡിങ് ആവുന്നുണ്ട് ഗെയിം. ഈ വണ്ടിയിൽ നമ്മൾ കയറിയിട്ടുണ്ട്. ഈ വണ്ടീൻ്റെ പേരാണ് മറ്റേ വണ്ടി അറിയാമോ? ഫ്യൂച്ചറിസ്റ്റിക് മറ്റേ ട്രെയിൻ പോലത്തെ വണ്ടി. ഇനി ഇതെന്താടാ ലോഡിങ് ആയി കഴിയാത്ത? ഫ്യൂച്ചറിസ്റ്റിക് ട്രെയിനാണ് അതിൻ്റെ പേര്. ഇന്നെങ്ങാണൊന്ന് ലോഡിങ് ആയി വരുമോ? അവിടെ കുറേ നേരം ആയല്ലോ ഇത് ലോഡിങ് ആയി തുടങ്ങാൻ. വന്നു. നേരെ പോണം. പിന്നെ ഗൈസ്, ഇനി നമുക്ക് കുറച്ച് നേരം സ്പീഡിൽ കാണാം. സ്പീഡിൽ കാണുന്നതിന് മുന്നേ ഇതാരാ ഇത് മറ്റേ ആളല്ലേ നമ്മുടെ ലുക്ക് വിക്ക്. നമുക്ക് ഇച്ചിരി നേരം സ്പീഡിൽ കാണാം.
പിന്നെ ഗായ്സ് താരോട്ടെത്തി നമ്മൾ ഈ ലിഫ്റ്റിൽ നിന്ന് സേവിങ് ആയിട്ടുണ്ട്. ഇനി ഇച്ചിരി നേരം കൂടെ കഴിഞ്ഞാൽ ഞാൻ ഗെയിം നിർത്താനായിരുന്നു പരിപാടി. എന്താണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഭയങ്കര ലെങ്ത് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നും ലെങ്ത് കുറച്ച് കളന്ന്, ശരിക്കും ഭയങ്കര ലെങ്ത് ഉണ്ട്. എന്തുവാ ആ സ്ഥലത്തോട്ട് പോകണം. അങ്ങനെ നമ്മുടെ കോളി പറയുന്നത്. അവിടെ ചെന്നാലേ നമുക്ക് എന്തെങ്കിലും പരിപാടി കിട്ടത്തുള്ളൂ. അവിടെ എന്തുവാ ഒരു കീ കിട്ടും. ആ കീ കൊണ്ട് ഹോം സ്വീറ്റ് ഹോം അവിടെ കൊണ്ടുപോകണം. അവിടെ കൊണ്ടുപോയിട്ട് അവിടെ കുറച്ച് പരിപാടിയുണ്ട്. ആ പരിപാടി എന്തുവാ അന്നേരം നമുക്കറിയാം. അധികം ഉത്തരവൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാം മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. ഇതുവരെ പോകണം. ഇതുവരെ കയറിയിട്ട് നേരെ ഈ വരിയിൽ കൂടെ കയറിയിട്ട് കീ നമ്മളെടുത്തിട്ട് ഹോം സ്വീറ്റ് ഹോമിൽ പോകണം. ഇതെന്തോ ഒരു മനുഷ്യന്മാരുണ്ടാക്കിയ എന്തോ ഒരു സംഭവമാണ്, അല്ലാതെ ഇങ്ങനൊന്നും ഇരിക്കത്തില്ല. ശരിക്കും പോപ്പി പ്ലേ ടൈമിൻ്റെ വെളിയിൽ ഇതല്ല, വേറെ എന്തോ ഒരു സംഭവമാണ്. ഇത് ആ ലിഫ്റ്റിൽ കൂടെ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി. എന്തോ റെക്സ് മോക്കിൻ്റെ അകത്തുകൂടാണ് നമ്മളിവിടെ വന്നത്. ഡോറ് തുറന്നിട്ടുണ്ട്, നമുക്ക് നേരെ പോവാം. ഒലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചെന്നിട്ട് കീ കിട്ടുമെന്ന്. കീ കിട്ടിയിട്ട് ചെന്ന് ഹോം സ്വീറ്റ് ഹോമിൽ കൊണ്ടുപോകണം. കീ കിട്ടട്ടെ. കീ ഒരിടത്ത് നിന്ന് കിട്ടും. ഇതൊക്കെ എന്തോ ഒരു സയൻറ്റിസ്റ്റുമാരുടെ സ്ഥലം പോലുണ്ട്. നിങ്ങൾക്ക് തോന്നാൻ ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇല്ലേ, അങ്ങനെ ഗോ അണ്ടർ ദ സ്റ്റേറ്റ് ന്യൂ ഒബ്ജക്റ്റ്. ഇനി ഇതെടുക്കണം. ഇത് തുറക്കണം നമ്മളാദ്യം. ഇത് തുറക്കണമെങ്കിൽ കീ ഒന്നും വേണ്ട, ഇത് തന്നെ തുറന്നോളൂ. കീ ഇപ്പം വരും. ഇപ്പം വരും, നോക്കിയിരുന്നു. കീ എന്താ വരാത്ത? കീ ഇതാ വരുന്നു. കിട്ടി. പ്രൊഡക്ഷൻ എൻ്റർ ദ ഗ്യാസ് പ്രൊഡക്ഷൻ സോൺ ന്യൂ ഒബ്ജക്റ്റ്. അതെന്താ ഈ ന്യൂ ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് അവിടോട്ട് പോകണം. പിന്നെന്താ അവിടെയും കൂടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ നിർത്താൻ പോകുന്നത്. ഇതെന്നെങ്ങാണെന്ന് എത്തും. അതുകൊണ്ട് ആ മേഘങ്ങളുടെ പടം ഉള്ളതാണ് ഗ്യാസ് പ്രൊഡക്ഷൻ. അവിടോട്ട് നമുക്കൊന്ന് പോകണം. പോയിട്ട് ചെറിയൊരു പരിപാടിയുണ്ട്, ആ പരിപാടി ഒന്ന് ചെയ്യണം. അത് ചെയ്താലേ നമുക്ക് അടുത്ത പരിപാടി ചെയ്യാൻ പറ്റത്തുള്ളൂ. ആദ്യം നമുക്ക് ഈ സ്റ്റെപ്പ് കയറണം. ഇവിടെ ഇതുവരെ കയറണം. 1 2 3 4 5 ഒന്ന് കയറട്ടെ. ഇനി ഇവിടെയും 3 സ്റ്റെപ്പുണ്ട്. ഇവിടെ 2 സ്റ്റെപ്പുണ്ട്. അതുകൊണ്ട് ആ ഡോറ് കണ്ട അവിടോട്ടാണ് നമുക്ക് പോകേണ്ടത്. നിങ്ങൾ വിചാരിക്കുക എനിക്കിതൊക്കെ എങ്ങനെ അറിയാവുന്നതെന്ന്. ഞാൻ ഈ ഗെയിം ഒരു പ്രാവശ്യം കളിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്കെല്ലാം പറയാൻ വന്നത്. ഇത് ഫേക്ക് ഗെയിമാണോ അതോ ഒറിജിനൽ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം കളിക്കുന്നത്. എന്നിട്ട് വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇത് കളിക്കുന്നത്. എന്നിട്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കളയുമോ അതിൽ വല്ല ചെയ്യും. അല്ല എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ ഇത് കളിക്കും. ആദ്യം നമുക്ക് ആ വരെയുണ്ട ഒരു വലിയൊരു റൂം, അതുവരെ പോകണം. അതുവരെ പോയാലേ നമുക്ക് അടുത്ത പരിപാടി അത് മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾ സമയം നോക്കണം. 10:09 എന്ന് വെച്ചാൽ രാത്രി PM. നിങ്ങൾക്ക് വാച്ച് കാണിക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചല്ലേ ഈ ക്യാമറ ബ്ലറായിരിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റത്തില്ല നിങ്ങൾക്ക്. അതുകൊണ്ടാണ് വരപ്പം. ഇല്ലേ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമായിരുന്നു. അത് വേറെ കാര്യം, അതല്ലല്ലോ നമുക്ക് ഇവിടുത്തെ പ്രശ്നം. എത്തിയിട്ടുണ്ട്, വേഗം നടക്ക്. ഇനി നടന്നിട്ട് നമുക്കൊരു മൂടാവാൻ വേണ്ടി പാട്ട് വയ്ക്കുവാണ്.
ഗൈസ് ഇവിടെ എന്താ നമുക്ക് ബാറ്ററി വയ്ക്കണം. ബാറ്ററി വെച്ചിട്ട് നമുക്ക് അകത്തോട്ട് പോവാം. പിന്നെന്താ ഇതിനകത്ത് പർപ്പിൾ ഹാൻഡൊക്കെ കിട്ടുന്നെന്ന് പറയുന്നുണ്ട്. അത് ചിലപ്പോൾ സത്യമായിരിക്കും. അങ്ങനെയാണല്ലോ ഗെയിമിൽ വരുന്നത്. എല്ലാ ഗെയിമിലും പോപ്പുലർ ടൈമിലുള്ളതാണ്. ഒരു ഹാൻഡ് കിട്ടും. അതാണ്ട് കിടക്കുന്നു. ഞാൻ പറഞ്ഞു തീർന്നില്ല, അപ്പോഴൊക്കെ വന്ന്. ഇതെന്തുവാ? ഇതേ മനുഷ്യനെ പറ്റിക്കല്ലേ. ലെങ്ത് കൂടി ഹാൻഡിന്. നേരത്തെ ഇങ്ങനൊന്നല്ലായിരുന്നു. അതാണ്ട് പർപ്പിൾ ഹാൻഡ്. നിങ്ങൾക്കൊന്ന് നോക്കണം. ഇതുണ്ടോ? നേരത്തെ കൈ കുറച്ച് ദൂരമൊക്കെ പോകത്തുള്ളായിരുന്നു. ഇപ്പൊ നോക്ക്, കൈ പോയ പോക്ക്. എൻ്റെ ദൈവമേ. അതേ കൈ ഇനി മണ്ടയ്ക്കോട്ട് ചാടിയിട്ടുണ്ട് നമ്മള്. എന്തുവാ ഇനി എന്തുവാ ഇവിടെ എന്താ പരിപാടി ഉണ്ട്. ഇവിടെ എന്താ പരിപാടി? നമുക്ക് എന്താ ചെയ്യണം? ഗെയിം ഇവിടെ സേവിങ് ആക്കാവുന്നുണ്ട്. ഗെയിം സേവിങ് ആയിട്ടുണ്ട്. ഇവിടെ എന്താ ചെറിയ പരിപാടി ഉണ്ട്. ഇതാണ്ട് അടിയിൽ എന്തോ ഒരു പരിപാടി. അത് വേറെ കാര്യം. ഇപ്പം 48 മിനിറ്റും 38 സെക്കൻഡും ആയിട്ടുണ്ട്. ഇനി എന്തുവാ? ഞാൻ കുറേ ദിവസമായിട്ട് ഈ ഗെയിമിൻ്റെ വീഡിയോ ഇടാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോഴതൊന്നും സാധിക്കുന്നത്. കുറേ ദിവസമായി ഞാൻ ഇതിടാൻ തുടങ്ങിയിട്ട്. എന്താ ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് ചാടണം. ഇവിടെ എന്താ സ്റ്റെപ്പ് ഇറങ്ങണം. അതാണ്ട് ഇവിടെ ചാടാൻ പറ്റും. ചാടുന്ന അത് കൊള്ളായിരുന്നു. അതാണ്ട് വീണ്ടും അത് തന്നെ. ഇനി എന്തുവാ? അപ്പുറത്തോട്ട് പോകണം. അപ്പുറത്തോട്ട് പോയിട്ട് നമുക്ക് ഇതാണ്ട് ഇവിടെ റെഡ് സ്മോക്ക് ഉണ്ട്. അതുകൊണ്ട് എളുപ്പം ചാടണം. അത് കൊള്ളായിരുന്നു. വീണോ? വീണില്ല. ആ കാല് തെറ്റിയായിരുന്നു. ഇപ്പൊ വീണായിരുന്നു. ദാണ്ട് ആ സാധനം. അതെന്താ സാധനം? അതിങ്ങനെ വലിച്ച്. എനിക്ക് ഈ പർപ്പിൾ ഹാൻഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് കാണാൻ ഭയങ്കര രസമാണ്. എന്താ വരയൊക്കെ ഉണ്ട്. പിന്നെ അത് കാണാനും ലുക്കുണ്ട്. അതുകൊണ്ട് ഇതിങ്ങോട്ട് വലിച്ചിട്ട് ആ വരിയുണ്ട് അപ്പുറത്ത്. ആ വലിയ വരിയിൽ നമുക്ക് പോകണം. അവിടെ ഈ സാധനം നിങ്ങൾക്ക് മനസ്സിലാവണ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഗെയിമിൽ ഇച്ചിരി ലാഗ് അടിക്കുന്നുണ്ട്. അത് ഗെയിമിൻ്റെ കുഴപ്പമാണ്. അല്ലാതെ ഞാൻ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ലാഗൊന്നുമല്ല. കഴിക്കുന്ന ഇത്രയും നീളമുണ്ട്. വലി അയ്യോ, ഇത് ചാടാൻ പറ്റത്തില്ലല്ലോ. എന്താ ചെയ്യും? അടിയിൽ എന്തോ ഒരു സാധനമുണ്ട്. ആ സാധനം നമ്മൾ കയറണം. അതുകൊണ്ട് ഇത് വീരും. ഇങ്ങനെ കയറിയാൽ നമ്മൾ വീരും. അതിനെക്കാട്ടും നല്ലത് ഇതെന്തുവാ? ഇവിടെ താഴോട്ട് പോകണം. ഇനി എന്തുവാ? ഇപ്പുറത്തോട്ട് ചാടണം. നിങ്ങൾ വിചാരിക്കും നേരെ അങ്ങ് ചാടാന്ന്. അങ്ങനെ ശരിക്കും പറ്റത്തില്ല. ആദ്യം ഈ കമ്പിയിലോട്ട് ചാടണം. പിന്നെന്തുവാ? ഇനി എന്തുവാ? ഇതെടുക്കണം. ഇതിങ്ങോട്ട് കൊണ്ടുപോവാ. ഇതിങ്ങനെ വലിക്കും. ഇത് വലിച്ചിട്ട് ഇവിടോട്ട് കൊണ്ടുവരട്ടെ. ഇത് ഇവിടോട്ടൊന്ന് വലിച്ച് കൊണ്ടുവരട്ടെ. ഇതെങ്ങോട്ടേ പോന്നേ? മച്ചാനെ, എങ്ങോട്ടാ പോന്നേ? നിക്ക് വണ്ടി നിർത്ത്. ഇനി അപ്പുറത്തോട്ട് ചാടാം. ഇനിയൊരു സംഭവമുണ്ട്. ആ സംഭവം വേണമെങ്കിൽ ഇത് തന്നെ ഉപകാരമുണ്ട്. ഇതാണ്ട് ഇനി അതിങ്ങെടുത്ത് ഇതാണ്ട് ഇനി എന്തുവാ? ഇനി ഇങ്ങോട്ട് വലിക്ക്. വലി. ഇനി എന്തുവാ? അപ്പുറത്തോട്ട് നമുക്ക് ചാടണം. ചാടിയാലേ നമുക്ക് അടുത്ത പരിപാടി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി എന്താ? അപ്പുറത്തോട്ട് ചാടിയിട്ടുണ്ട്. അപ്പുറത്തോട്ട് ചാടിയിട്ട് ഇനി എന്തുവാ ചെയ്യേണ്ടതെന്ന് വെച്ചാലേ ഇതെന്താ? ഇവിടെ എന്തുവാ?
ഇവിടെ കുറച്ച് പരിപാടിയുണ്ട്. ഇത് നമുക്ക് എന്താ ചെയ്യണം, ഇച്ചിരി നേരം നിങ്ങൾക്ക് സ്പീഡിൽ കാണാം. ഗൈസ്, പിന്നെന്തുവാ, ഇവിടെ തുറന്നിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാം. ഇന്ന് നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.